പ്രതിദിന ടിക്കറ്റുകൾ 7 എണ്ണമാണ്. അതിൻ്റെ ഒന്നിൻ്റെ വില നേരത്തെ 50 രൂപയായിരുന്നു, ബാക്കി 6ഉം 40 രൂപയായിരുന്നു. ഇപ്പം ആ 6 ടിക്കറ്റുകൾക്കും 50 രൂപയാക്കുവാൻ വേണ്ടിയുള്ള വിജ്ഞാപനം 3 ടിക്കറ്റിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് പിൻവലിക്കണം. ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ ക്ഷാമമുണ്ട്. അത് കൃത്രിമ ക്ഷാമമാണ്. നിയമവിരുദ്ധമായി അന്യസംസ്ഥാനത്ത് വിൽക്കുന്ന ടിക്കറ്റുകൾ തടയപ്പെട്ടാൽ കേരളത്തിൽ ലോട്ടറി ക്ഷാമം ഉണ്ടാവുകയില്ല. വളരെ വിചിത്രമായൊരു വാദമാണ് സർക്കാർ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ലോട്ടറിയുടെ ക്ഷാമം പരിഹരിക്കാൻ മുഖവില വർദ്ധിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഏകപക്ഷീയമായ സമീപനത്തെ അംഗീകരിച്ചു കൊടുക്കാനാവില്ല. ഇവിടെ ലോട്ടറി ക്ഷാമമാണ്. ലോട്ടറി ഓഫീസിൽ പോയാൽ ടിക്കറ്റില്ല, ലോട്ടറി കടകളിൽ ചെന്നാൽ ടിക്കറ്റില്ല. എന്നാൽ 1,08,00,000 ടിക്കറ്റ് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ കമ്പോളം കേരളമല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുക, എങ്ങനെയെങ്കിലും വിൽക്കുക, ഇത് ചൂതാട്ടമാവും. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ ലോട്ടറിയുടെ മുഖവില വർധനവ് ഉൾപ്പെടെ സമ്മാനത്തുകയിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ ഇപ്പോൾ ലോട്ടറി വകുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ലോട്ടറി തൊഴിലാളികളിൽ നിന്നും ഉൾപ്പെടെ നിരവധി ട്രേഡ് യൂണിയൻ സംഘടനകളിൽ നിന്നും ഉൾപ്പെടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് AITUC ഭാരവാഹിയായ TN ജമാൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ടിക്കറ്റിൻ്റെ വിലയിൽ വരെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. അതുകൂടാതെ ഈ സമ്മാന തുകയിലും വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നു. നിലവിലിപ്പോൾ AITUC എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത്? വർധനവ് പിൻവലിക്കണം. 7 ടിക്കറ്റുകളാണ് ദിവസേനയുള്ളത്. എല്ലാ ദിവസവും ഓരോ ടിക്കറ്റ് വെച്ചുണ്ട്. പ്രതിദിന ടിക്കറ്റുകൾ 7 എണ്ണമാണ്. അതിൻ്റെ ഒന്നിൻ്റെ വില നേരത്തെ 50 രൂപയായിരുന്നു, ബാക്കി 6ഉം 40 രൂപയായിരുന്നു. ഇപ്പം ആ 6 ടിക്കറ്റുകൾക്കും 50 രൂപയാക്കുവാൻ വേണ്ടിയുള്ള വിജ്ഞാപനം 3 ടിക്കറ്റിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് പിൻവലിക്കണം. മുഖവില വർധനവ് ഈ രംഗത്ത് തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളിക്ക്, ചെറുകിട വ്യാപാരികൾക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി നിവേദനങ്ങളും അതുപോലെ തന്നെയുള്ള അഭിപ്രായങ്ങളും ലോട്ടറി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ ക്ഷാമമുണ്ട്. അത് കൃത്രിമ ക്ഷാമമാണ്. കേരള ലോട്ടറിയുടെ 30% ടിക്കറ്റ് അന്യസംസ്ഥാനത്താണ് ഇപ്പോൾ വിൽക്കപ്പെടുന്നത്. അന്യസംസ്ഥാനത്ത് കേരള ലോട്ടറി വിൽക്കാൻ പാടില്ല. അപ്പോൾ നിയമവിരുദ്ധമായി അന്യസംസ്ഥാനത്ത് വിൽക്കുന്ന ടിക്കറ്റുകൾ തടയപ്പെട്ടാൽ കേരളത്തിൽ ലോട്ടറി ക്ഷാമം ഉണ്ടാവുകയില്ല. കൃത്രിമമായി ലോട്ടറി ക്ഷാമം ഉണ്ടാക്കുകയും അതിലൂടെ അനധികൃതമായി ടിക്കറ്റ് വിതരണത്തിൽ കൃത്യമായി മാനദണ്ഡമില്ലാത്തതുകൊണ്ട് വൻകിടക്കാരും അനർഹരായ അന്യസംസ്ഥാനത്തേക്ക് കൊടുത്തിക്കൊണ്ടുപോകുന്നവരും ടിക്കറ്റ് കൈക്കലാക്കി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനിയും മുഖവില വർദ്ധിച്ചാൽ അത്തരം ആളുകൾക്ക് തന്നെയായിരിക്കും കൂടുതൽ ലാഭം ഉണ്ടാവുക. കേരളത്തിലെ ലോട്ടറി മേഖലയിൽ ടിക്കറ്റ് വിൽക്കുന്ന സാധാരണ തൊഴിലാളിയുടെ വിൽപ്പന കപ്പാസിറ്റി കുറഞ്ഞ് ഇവിടെ അവൻ്റെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. വളരെ വിചിത്രമായൊരു വാദമാണ് സർക്കാർ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ലോട്ടറിയുടെ ക്ഷാമം പരിഹരിക്കാൻ മുഖവില വർദ്ധിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് ക്ഷാമം ഇല്ലാതാക്കാൻ മുഖവില വർദ്ധിപ്പിച്ചാൽ സാധ്യമാവുക? മുഖവില വർദ്ധിച്ചാൽ ടിക്കറ്റിൻ്റെ വിൽപ്പന കപ്പാസിറ്റി കുറയും, അപ്പോൾ ക്ഷാമം കുറയും. അതെന്ത് ലോജിക്കാണ്? ലോട്ടറി തൊഴിലാളി തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആവശ്യമായും വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായും ഇടപെടലും സഹായവും നടത്തിക്കൊണ്ടിരിക്കേണ്ട സർക്കാർ ഇന്ന് അല്ലെങ്കിൽ ലോട്ടറി വകുപ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊന്നും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യുന്നില്ല. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഏകപക്ഷീയമായ സമീപനത്തെ അംഗീകരിച്ചു കൊടുക്കാനാവില്ല. ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തിയിട്ടാണ് കാലാകാലങ്ങളായി ലോട്ടറി മേഖലയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരുന്നത് എല്ലാ സർക്കാരുകളും. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ലോട്ടറി വകുപ്പ് മുന്നോട്ട് പോകുന്നു. ആ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പിറകിലുള്ള ഉദ്ദേശം അന്യസംസ്ഥാനത്തെ കച്ചവടം നടത്തുന്ന വൻ ലോബികളെയും അന്യസംസ്ഥാനത്തെ ചൂതാട്ടക്കാരെയും സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് കൃത്യമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരും. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ലോട്ടറി 50 രൂപയാകുന്നു എന്ന വ്യാജ വാർത്തകൾ നൽകുക, തീയതികൾ പ്രഖ്യാപിക്കുക, നിരവധി തവണ ഡേറ്റുകൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അന്നൊന്നും സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. തീർച്ചയായും ഇപ്പോൾ സർക്കാർ അത് തടയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം തെറ്റായ പ്രചരണം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും സ്വീകാര്യമാണ്, എല്ലാവരും സമ്മതിച്ചിട്ടാണ്, എല്ലാ ട്രേഡ് യൂണിയനുകളും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പരസ്യമായി ഞങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പിന്തുണയില്ല, ഞങ്ങൾ ഇതിനെതിരാണ്. കാരണം കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളെയും ഏജന്റുമാരെയും വിൽപ്പനക്കാരെയും ദ്രോഹിക്കുന്ന ഈ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി സെക്രട്ടറി മുമ്പിലേക്ക് വരാനുണ്ടായ സാഹചര്യം ചില
ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ചില മാഫിയകളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ചില യൂട്യൂബ് ചാനലുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ലോട്ടറി ടിക്കറ്റിൻ്റെ മുഖവില വർദ്ധിപ്പിക്കുന്നത് എല്ലാവർക്കും സ്വീകാര്യമാണ്, ഗുണപരമാണ് എന്ന തെറ്റായ വാർത്ത ചില പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് പിറകിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉദ്യോഗസ്ഥ ലോബിയുണ്ട്, മാഫിയകളുണ്ട്. അതിനെതിരെയുള്ള കൃത്യമായ ഇടപെടലാണ് ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സിന് AITUCയുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്. ഈ അന്യസംസ്ഥാനത്തേക്ക് ഈ ലോട്ടറി ഒഴുകുമ്പോൾ ഈ സാധാരണക്കാരായ ടിക്കറ്റ് വിൽപ്പനക്കാരെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? അവർക്ക് ടിക്കറ്റ് ലഭിക്കില്ല. അന്യസംസ്ഥാനത്തെ മാഫിയകൾ വിൽക്കുമ്പോൾ ഇവിടെ കിട്ടേണ്ട കമ്മീഷൻ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടും. കേരളത്തിലെ ലോട്ടറി മേഖലയിൽ കേരളത്തിൽ വിൽക്കാനാണ് ലോട്ടറി വേണ്ടത്. ആ കേരളത്തിൽ വിൽക്കുന്ന ലോട്ടറി അന്യസംസ്ഥാനത്ത് കൊണ്ടുപോയി വിറ്റാൽ ഇവിടെ തൊഴിലാളിയുടെ തൊഴിലുണ്ടാവില്ല. അതിന് ഉദാഹരണമാണല്ലോ മുഖവില വർധനവ്. ഇവിടെ ലോട്ടറി ക്ഷാമമാണ്. ലോട്ടറി ഓഫീസിൽ പോയാൽ ടിക്കറ്റ് ഇല്ല, ലോട്ടറി കടകളിൽ ചെന്നാൽ ടിക്കറ്റ് ഇല്ല. എന്നാൽ 1,08,00,000 ടിക്കറ്റ് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ കമ്പോളം കേരളമല്ല. അപ്പോൾ കേരളത്തിലെ തൊഴിലാളികളുടെ കൂലിയും വരുമാനവും നഷ്ടപ്പെടുന്നതാണ് അന്യസംസ്ഥാനത്ത് കേരള ലോട്ടറി വിൽക്കുന്നത്. അത് തടയപ്പെടണം. അതായത് ഈ ലോട്ടറി ടിക്കറ്റ് അടിക്കുമ്പോൾ കേരളത്തിന് അതിൻ്റെ തനത് വരുമാനം ലഭിക്കുന്നില്ല ഈ ടിക്കറ്റിൻ്റെ? കേരളത്തിന് തനത് വരുമാനം ലഭിക്കുന്നില്ല. ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം GST ആയും ലാഭമായും സർക്കാരിന് കിട്ടും. ഞങ്ങൾ സർക്കാരിൻ്റെ കാര്യം പറയാൻ വന്നവരല്ലല്ലോ. ഈ രംഗത്തെ ലോട്ടറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ലാഭം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അവന് ജീവിക്കണം, അവന് വരുമാന മാർഗം ഉണ്ടാവണം. നമ്മളിത് ആരംഭിച്ചത് നിരാരംഭരായ ഒരു വലിയ വിഭാഗം തൊഴിലാളികൾക്ക് വേണ്ടി കൂടിയാണ്. ഇത് തൊഴിൽ മേഖലയുണ്ട്, രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളുണ്ട്. ലാഭം മാത്രം നോക്കരുത്. പൊന്മുട്ടയിടുന്ന താറാവിനെ ലാഭം മാത്രം നോക്കി കൊന്നാൽ ഇന്ത്യ രാജ്യത്ത് ഗുജറാത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഗോവയിലും ഒക്കെ ലോട്ടറി നിരോധിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിലൊന്നും ലോട്ടറി ഇല്ല. അതിന് കാരണം ചൂതാട്ടമായതുകൊണ്ടാണ്. കേരള ലോട്ടറി നിലനിൽക്കുന്നത് തൊഴിലാളിയുടെ തൊഴിൽ മേഖല എന്ന നിലക്കാണ്. അല്ലെങ്കിൽ ചൂതാട്ടമായി മാറും. കുറേ ടിക്കറ്റുകൾ അടിക്കുക, എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുക, എങ്ങനെയെങ്കിലും വിൽക്കുക, ഇത് ചൂതാട്ടമാവും. അതല്ല വേണ്ടത്. ഇതിൽ തൊഴിൽ മേഖലയുണ്ട്, ക്ഷേമനിധി ബോർഡുണ്ട്, അതുപോലെ തമ്മിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ സുതാര്യവും സത്യസന്ധവുമായി കേരള ലോട്ടറി മുന്നോട്ട് പോകണം. അത് പോകണമെങ്കിൽ മുഖവില വർധനവൊക്കെ തന്നെ ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് പ്രതിനിധി ലോട്ടറിയിൽ ഏറ്റവും ഉയർന്ന പ്രതിനിധി ലോട്ടറിയായി കേരള ലോട്ടറി മാറുകയാണ് മുഖവില വർദ്ധിക്കുമ്പോൾ. അത് സാധ്യമാവില്ല. എന്തായാലും ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന മാഫിയകൾ നിലനിൽക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ പുറത്ത് കൊണ്ടുവന്നിരുന്നു. ഇതിന് സമാനമായ പ്രതികരണം തന്നെയാണ് AITUC നേതാവിൽ നിന്നും ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. മുഖവില വർധനവ് ഉൾപ്പെടെയുള്ളവ അത് സാധാരണക്കാരായ തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് AITUC ട്രേഡ് യൂണിയനും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.